ഹലോ, വെൽക്കം ടു പൊന്നൂസ് ഡിസൈൻസ്. ഇന്ന് നമ്മൾ ഇവിടെ കാണിക്കുന്നത് ഒരു ലെയർ സ്കേർട്ട് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അപ്പം ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് 5 കളേഴ്സാണ് ഈ ഒരു സ്കേർട്ടിന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം റെഡും സ്കൈ ബ്ലൂവും അതുപോലെ ഡാർക്ക് പിങ്ക്, യെല്ലോ, ഗ്രീന്, ഇങ്ങനെ 5 കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് വീഡിയോയിൽ കുറച്ചൊരു ഡാർക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയ്ക്ക് ഡാർക്കില്ല, ഇതിൻ്റെ കുറച്ച് ലൈറ്റ് കളേഴ്സാണ് കേട്ടോ ഈ വരുന്നത്. റെഡൊക്കെ കറക്റ്റ് തന്നെയാണ്. അപ്പം ഈ ഒരു സ്കേർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 13.5 ഇഞ്ചാണ് വരുന്നത്. 1-2 ഇയർ ബേബിയുടെ സൈസിലാണ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ മെഷർമെൻറ്റ് നമുക്ക് തന്നതായിരുന്നു. അപ്പോൾ 1 ഇയർ ബേബിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു സ്കേർട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സാറ്റിൻ ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. സാറ്റിന് നമ്മൾ 4 ഫോൾഡ് ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പം ഇത് അംബർല കട്ട്, ഫുൾ അംബർല അല്ല, നമ്മൾ ഹാഫ് അംബർലയിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പം ഫുൾ അംബർല ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ 4 പീസാക്കിയിട്ട് മടക്കിയെടുക്കണം. ഇത് നമ്മൾ ചെരിച്ചിട്ടാണ് മടക്കിയെടുത്തത്. അപ്പോൾ മടക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വേസ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തിയ ശേഷം ലെങ്ത്ത് മാർക്ക് ചെയ്യാണ്. അപ്പം വേസ്റ്റ് അടയാളപ്പെടുത്തുന്നത് ഈ ഒരു സ്കേർട്ടിന് 18 ഇഞ്ചാണ് വേസ്റ്റ് അളവ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 18ൻ്റെ 4 ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് കൂടെ കുറച്ച് ക്ലോത്ത് എക്സ്ട്രാ ഇട്ടിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്താണ് ഞാൻ പറയുന്നത്. അപ്പോൾ എലാസ്റ്റിക് കൊടുക്കാൻ നമുക്ക് കുറച്ചൊന്ന് ചുരുങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗം എക്സ്ട്രാ ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ബേബിയുടെ മെഷർമെൻറ്റിനെക്കാട്ടിലും ഒരു 2-3 ഇഞ്ച് നമുക്ക് കൂട്ടിയിട്ട് അടയാളപ്പെടുത്തുക. നമുക്ക് ആ ഒരു വേസ്റ്റിൻ്റെ അവിടെ കുറച്ചൊന്ന് ചുരുങ്ങി കിടക്കാനുള്ള ആ ഒരു ഭാഗമാണ് കേട്ടോ പറയുന്നത്. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ഇതിൽ ലെങ്ത്തിനനുസരിച്ചിട്ട് നമ്മൾ എത്ര ലെയേഴ്സാണ് വരുന്നത് എന്ന് കണക്കാക്കുക. നമ്മളെ സ്കേർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത്തിനെ ഡിവൈഡ് ചെയ്യുക. നമുക്ക് എത്ര കളേഴ്സ് ഇതിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കളേഴ്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അളവ് കിട്ടും, ഒരളവ് കിട്ടും. നമുക്ക് നമ്മൾ എടുക്കുന്ന സ്കേർട്ടിൻ്റെ ലെങ്ത്ത് ഡിവൈഡഡ് ബൈ കളേഴ്സ്, എത്ര ലെയർ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലെയറിൻ്റെ എണ്ണം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തത് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ 13.5 ഇഞ്ചിനെ 5 ലെയേഴ്സ് കൊണ്ടിട്ട് 5 ലെയേഴ്സ് മാർക്ക് അളവ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ അളവ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ലെയേഴ്സും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങളെടുക്കുന്ന മെഷർമെൻറ്റിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു 5 ലെയേഴ്സിൻ്റെ ഇത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മാർക്കിങ് നമുക്ക് ഒരു ഭാഗത്തല്ലേ നമ്മൾ മാർക്ക് ചെയ്തത്, അപ്പം മറ്റേ ഒരു ഭാഗത്തും കൂടെ ആ മാർക്കിങ് കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ കേട്ടോ ഇത്. അപ്പം ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ടിട്ട് അമർത്താണ്. അപ്പോൾ നമുക്ക് ആ ഒരു മാർക്കിങ് ഈ ഒരു ഭാഗത്തേക്കും കിട്ടും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ചോക്ക് ഏതാണെന്ന് നോക്കണം. അപ്പോൾ ചില ചോക്ക് നമുക്ക് മെയ്ഗ് പോലത്തെ ചോക്ക് കൊണ്ട് നമുക്കിങ്ങനെ കിട്ടൂല. അപ്പം അല്ലാത്ത സാധാ ചോക്ക് കൊണ്ടേ നമുക്കിങ്ങനെ അപ്പുറത്തേക്കും കൂടെ പതിഞ്ഞിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ മാർക്ക് ചെയ്ത ആ ഒരു മെഷർമെൻറ്റിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്യരുത്. നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ ഓരോ ലെയേഴ്സിനും നമ്മൾ ആ ഒരു മാർക്കിങ്ങിനെ കൂടെ കുറച്ചും കൂടെ എക്സ്ട്രാ കൂട്ടിയിട്ട് വേണം നമ്മൾ ക്ലോത്തിൻ്റെ വിഡ്ത്ത് എടുക്കാനായിട്ട്. അപ്പോൾ എങ്കിലേ നമുക്ക് ഓരോ ലെയേഴ്സും കവർ ചെയ്തിട്ട് അടുത്ത ലെയേഴ്സിൻ്റെ മുന്നേ കവർ ചെയ്തിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു സ്റ്റിച്ചിങ് തുമ്പ് നമുക്ക് എക്സ്ട്രാ നല്ലോണം കാണും. അപ്പം അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ലെയർ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഓരോ ലെയേഴ്സിനും എത്ര ക്ലോത്ത് വേണം എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ടാപ്പ് വെച്ചിട്ട് ഓരോന്നിനും റൗണ്ട് ചെയ്ത് നോക്കുക. അപ്പം എനിക്ക് ഒരു 1.5 മീറ്റർ വേണ്ടി വന്നു. അടിയിലെ ഏറ്റവും ലാസ്റ്റ് ലെയറിന്, ഏറ്റവും അടിഭാഗത്തെ ലെയറിന് അത്ര വേണ്ടി വന്നു. പിന്നെ അതിൻ്റെ മുകളിലോട്ട് ആകുമ്പോൾ നമുക്ക് കുറഞ്ഞു വരുമല്ലോ. അപ്പം അങ്ങനെ ഓരോന്നിനും നമുക്കിതുപോലെ റൗണ്ട് ചെയ്ത് വെച്ചാൽ അളവ് കറക്റ്റ് കണക്കാക്കാൻ പറ്റും കേട്ടോ. ഓരോ ലെയറിനും നമുക്ക് എത്ര മീറ്റർ വേണ്ടി വരും എന്നുള്ളത് കണക്കാക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കളേഴ്സും നെറ്റ് മെറ്റീരിയൽ എടുക്കേണ്ടത് കേട്ടോ. അപ്പം ഏറ്റവും മുകളിലുള്ള നെറ്റ് കുറവ് മതിയാകും. അതിൻ്റെ അടിയിലോട്ട് വരുന്തോറും 1/2 മീറ്റർ കൂട്ടിയിട്ട് അങ്ങനെ മെറ്റീരിയൽ എടുത്താൽ മതി. പിന്നെ നമ്മൾ നല്ല തിക്കാക്കിയിട്ടാണ് ഈ ഒരു ഓരോ ലെയേഴ്സും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല തിക്കാക്കിയിട്ട് തന്നെ, ഹെവി ആക്കിയിട്ട് തന്നെയാണ് ഈ ഒരു സ്കേർട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് വേണ്ട വെച്ചാൽ അതിനനുസരിച്ചിട്ട് ക്ലോത്ത് എടുത്താൽ മതി. അപ്പം ഓരോ ലെയറിനും ഞാൻ കറക്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ നോക്കിയിട്ട് എഴുതി വെക്കുകയാണ് കേട്ടോ.
മെറ്റീരിയൽ അങ്ങോട്ട് മാറ്റിയേക്കാം. ഇനി നമുക്ക് ഓരോ നെറ്റ് പീസും കട്ട് ചെയ്തെടുക്കാം. അപ്പം നെറ്റ് പീസിലെ ഏറ്റവും ലാസ്റ്റിലുള്ള റെഡാണ് ഞാൻ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം അതിന് നമ്മൾ 2 മീറ്ററാണ് കേട്ടോ ഈ ഒരു റെഡ് ഫാബ്രിക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 2 മീറ്റർ ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിക്കാക്കി തന്നെ ഈ ഒരു സ്കേർട്ടിന് നമ്മൾ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എല്ലാ കളേഴ്സും നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഓരോ കളേഴ്സും കട്ട് ചെയ്യുന്നത് സെപ്പറേറ്റ് കാണിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. ഇനി നമുക്കതിൻ്റെ സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം. അപ്പം ആദ്യം നമ്മൾ ഓരോ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തത് യോജിപ്പിച്ചെടുക്കുക. അതിന് ശേഷം യോജിപ്പിച്ചെടുത്ത ശേഷം നമ്മളത് ഫ്രില്ലിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മെഷീനിൽ വെച്ചിട്ട് തന്നെയാണ് ഫ്രില്ലിട്ട് കൊടുക്കുന്നത്. ആദ്യം റെഡ് കളറ് ഏറ്റവും ലാസ്റ്റിലെ ലെയറിലുള്ളതാണ് ഞാൻ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്കൊന്നും കൂടെ ഈസി ഏറ്റവും ലാസ്റ്റിൽ മുതൽ മുകളിലോട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഈസി അതുപോലെ ചെയ്താൽ മതി. ഞാനപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് ആദ്യം നമ്മൾ ചുരുക്കിട്ടെടുത്ത ശേഷം അത് നമ്മൾ ആ ഒരു സാറ്റിനിൽ അടയാളപ്പെടുത്തിയ ആ ഒരു പീസസിലേക്ക് യോജിപ്പിച്ചെടുത്ത ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ ലെയറിനുള്ള ആ ഒരു പീസസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ കളേഴ്സിനും സെപ്പറേറ്റ് ത്രെഡ് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു ത്രെഡ് കൊണ്ട് നമ്മൾ ചുരുക്കിട്ട ത്രെഡ് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പീസിലുമ കൂടെ അടിച്ചെടുത്ത ശേഷം ആകുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ത്രെഡ് മാറ്റുമ്പോൾ ആ ഒരു രണ്ടാമത്തെ ലെയർ എടുക്കാൻ പറ്റും. അല്ല എല്ലാം നമുക്ക് ചുരുക്കിട്ടെടുത്ത ശേഷമാണ് ഒരുമിച്ചിട്ട് ഈ ഒരു സാറ്റൻ പീസിലേക്ക് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ത്രെഡ് കൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ത്രെഡ് ചേഞ്ച് ആക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് ഈസി വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ത്രെഡ് ഒരു പല കളറാകുമ്പോൾ നമുക്കൊരു വൃത്തി തോന്നൂലല്ലോ. അപ്പം ഓരോ കളേഴ്സിനും അതിൻ്റെതായ ത്രെഡ് കൊണ്ട് തന്നെ ആകുമ്പോൾ ഒന്നും കൂടെ വൃത്തിയാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഒന്ന് നമ്മൾ മെഷീനിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് ഒന്നും കൂടെ പെർഫെക്ഷനും ഫിനിഷിങ്ങും കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ റെഡ് നമ്മൾ സാറ്റിൻ പീസിലുമൊക്കെ യോജിപ്പിച്ചെടുത്ത ശേഷം നമ്മൾ രണ്ടാമത്തെ ലെയറിനുള്ള സ്കൈ ബ്ലൂ മെറ്റീരിയൽ എടുത്തു. അതും ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ പീസസൊക്കെ യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ചുരുക്കിട്ടെടുത്ത ശേഷം നമ്മൾ ആ ഒരു സാറ്റിൻ്റെ പീസിലുമൊക്കെ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഓരോന്നും ഇത് കുറച്ച് സ്പീഡിലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഓരോന്നും നമുക്ക് ഒരുപാട് ഒത്തിരി നീട്ടി വലിച്ച് പോകണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്കും മടുപ്പ് വേണ്ട വിചാരിച്ചിട്ടാണ് ഇതുപോലെ കാണിക്കുന്നത്. അപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിൻ്റെ ആ ഒരു പീസ് വെച്ച സമയത്തൊന്ന് സ്ലോവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മൂന്നാമത്തെ ലെയറും അതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പം ആ ഒരു ത്രെഡ് ചേഞ്ച് ചെയ്ത ശേഷം നമ്മൾ മൂന്നാമത്തെ ലെയർ ചുരുക്കിട്ടെടുത്തു. അതും നമ്മൾ ആ ഒരു സാറ്റിൻ്റെ പീസുമൊക്കെ യോജിപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ യെല്ലോൻ്റെത് കൈ കൊണ്ടിട്ട് തന്നെയാണ് ചുരുക്കിടുകയെന്ന് കേട്ടോ. ഇതെന്താണ് ഇതുപോലെ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ചുരുക്ക് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കൈ കൊണ്ടിട്ട് ചുരുക്കിടാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പം ഈ ഒരു മെറ്റീരിയൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. കുറച്ചൊരു ഹാർഡായതുകൊണ്ടാണോ ഇതിൽ ചുരുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു മെറ്റീരിയൽ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും നമുക്ക് ആ ഒരു സാറ്റിൻ്റെ പീസിൽ നമുക്ക് അടിച്ച് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഏറ്റവും ലാസ്റ്റിലെ ലെയറായ ആ ഒരു ഗ്രീൻ മെറ്റീരിയലും അതുപോലെ തന്നെ ചുരുക്കിട്ടെടുക്കുക. ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ ചുരുക്ക് വന്നിട്ടുണ്ടായിരുന്നു. യെല്ലോ മാത്രമേ ഉള്ളൂ എനിക്ക് ചുരുക്ക് വരാതിരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ഗ്രീനും നമുക്ക് അതുപോലെ ചുരുക്കിട്ടെടുക്കുക. ഗ്രീന് നമുക്ക് കുറച്ച് മെറ്റീരിയൽ മതി. 1 മീറ്റർ തന്നെ നമുക്ക് ഫുള്ളായിട്ട് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അതാണ് ഏറ്റവും ലാസ്റ്റിലെ ലെയർ. അതും നമ്മൾ ആ ഒരു പീസിൽ നമുക്ക് അടിച്ച് യോജിപ്പിച്ചെടുക്കുക. ഏറ്റവും ലാസ്റ്റത്തെ ലെയർ കറക്റ്റ് നമുക്ക് ചുരുക്കിട്ടെടുത്താലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ തിക്കാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ചുരുക്കൊക്കെ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കിയെടുത്തു. എല്ലാ ലെയേഴ്സും നമ്മൾ കറക്റ്റ് ഫിനിഷിങ് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ ലെയേഴ്സും നമ്മൾ അടുത്ത ലെയറിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് തുമ്പ് പുറത്തോട്ട് കാണാത്ത രീതിക്ക് ഓരോ ലെയേഴ്സും കവർ ചെയ്തിട്ട് നമ്മൾ മെഷർമെൻറ്റ് എടുത്തതുകൊണ്ട് തന്നെ നല്ല ഫിനിഷായിട്ട് തന്നെ ഓരോ ലെയറും കിട്ടിയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത സമയത്ത് ഇതിൻ്റെ വേസ്റ്റിന് കൊടുക്കാനുള്ള ആ ഒരു ബാൻഡിനുള്ള പീസസും അതുപോലെ തന്നെ കോട്ടൺ ലൈനിങ് ക്രേപ്പ് ലൈനിങ് ഒക്കെ കറക്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വേസ്റ്റിന് കൊടുക്കാനുള്ള ആ ഒരു ബാൻഡ് 21 ആണ്. അതിൻ്റെ ലെങ്ത്ത് വിടുത്ത് വന്നിരിക്കുന്നത് 4 ഇഞ്ചിലാണ് വിടുത്ത് വന്നേക്കുന്നത്. പിന്നെ അത് കോട്ടണിലും സാറ്റണിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ ലൈനിങ് ആക്കി കൊടുക്കാനുള്ളത് 12 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു സെയിം തന്നെ ക്രേപ്പും നമ്മൾ 12 ഇഞ്ചിൽ എടുത്തിട്ടുണ്ട്. ക്രേപ്പ് ലൈനിങ്ങിൻ്റെ അടിഭാഗം നമ്മൾ മടക്കി തയ്ച്ചു. സൈഡ് ഭാഗം ആ ഒരു 2 ജോയിൻ വരുന്ന ഭാഗവും അറ്റാച്ച് ചെയ്തും കൊടുത്തു. അപ്പം അത് രണ്ടും സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഇനി ഈ ഒരു പീസ് നമുക്ക് സൈഡ് ഭാഗം യോജിപ്പിച്ചെടുക്കണം.
അമ്പർലയിൽ കട്ട് ചെയ്തത് നമുക്ക് യോജിപ്പിച്ചെടുക്കണം. ഹാഫ് അമ്പർലയിലായതുകൊണ്ടാണ് ഇതിന് ഈ ഒരു യോജിപ്പ് വരുന്നത്. ഫുൾ സർക്കിളിലാണെങ്കിൽ നമുക്ക് ഈ ഒരു കട്ടിങ് വരില്ല. അപ്പം ഇത് യോജിപ്പിച്ചെടുക്കുമ്പോൾ ഓരോ നെറ്റ് പീസും നമ്മൾ ഉള്ളിൽ കുടുങ്ങാതെ തന്നെ കറക്റ്റ് വൃത്തിക്ക് തന്നെ അതൊന്ന് യോജിപ്പിച്ചെടുക്കുക. യോജിപ്പിച്ചെടുക്കുമ്പോൾ അത് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു പീസിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു ക്രേപ്പ് ലൈനിങ്ങും കൂടെ വെച്ചിട്ടൊന്ന് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഇലാസ്റ്റിക് വെച്ചെടുക്കുന്നത് അതിൻ്റെ ലെങ്ത്ത് വന്നേക്കുന്നത് നമ്മളെ ഈ ഒരു സ്കേർട്ടിന് 15.5 ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ക്രേപ്പ് ലൈനിങ് അതിൻ്റെ അകത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് കോട്ടൺ പീസിൽ സ്റ്റിഫ് നെറ്റും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനേ ബാക്കിയുള്ളൂ. പിന്നെ ആ ഒരു വേസ്റ്റിൻ്റെ ബാൻഡ് വെച്ച് കൊടുക്കലും. അപ്പം ഇതുപോലെയാണ് ഞാൻ ക്രേപ്പ് ലൈനിങ് കോട്ടൺ ലൈനിങ്ങിൽ ആ ഒരു സ്റ്റിഫ് നെറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ സ്റ്റിഫ് നെറ്റ് കുറച്ചൊരു 3-4 ഇഞ്ച് ലെങ്ത്ത് ഇറക്കിയിട്ട് വേണം, വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് ഇറക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിഫ് നെറ്റ് വെച്ച് കൊടുക്കാൻ. കാരണം എല്ലാം കൂടെ ഈ ഒരു വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് വരുമ്പോൾ കട്ടി കൂടാതിരിക്കാനും വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് അകത്തി കുറച്ച് ഇറക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പം ഓരോ പീസസും ഇതുപോലെ ഒരു അമ്പർലയിൽ ഫുൾ റൗണ്ട് ആക്കിയിട്ട് തന്നെ നമുക്ക് സ്റ്റിഫ് നെറ്റ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതും കൂടെ കഴിഞ്ഞ ശേഷം ആ ഒരു അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പീസിലേക്ക് നമുക്ക് ആ ഒരു കോട്ടൻ്റെ ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു ബാൻഡ് വെക്കേണ്ട ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഉൾഭാഗം വരുന്നത് ഇതുപോലാണ്. കുട്ടികൾക്ക് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല. ഉൾഭാഗത്ത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. അതിൻ്റെ പുറത്തായിട്ട് സ്റ്റിഫ് നെറ്റ്, പിന്നെ ക്രേപ്പ് ലൈനിങ്, പിന്നെ മെയിൻ ഫാബ്രിക് നെറ്റിൻ്റെ അകത്ത് സാറ്റിനുള്ള അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പം ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവലുണ്ട് ഉൾഭാഗം കുട്ടികൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് കാണിച്ചത്. പിന്നെ നമുക്ക് ഈ ഒരു ബാൻഡ് വെച്ച് കൊടുക്കാം. അപ്പം ഈ ഒരു ബാൻഡ് നമ്മൾ ഒരു ഭാഗം മടക്കി തയ്ച്ചു കൊടുക്കുക, ആ സൈഡ് ഭാഗം രണ്ടും കൂടെ യോജിപ്പിച്ചിട്ട് റൗണ്ട് ആക്കിയിട്ട് എടുക്കുക. ഇതുപോലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി ആ ഒരു ബാൻഡിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് തുമ്പ് വരുന്ന ഭാഗവും അതുപോലെ നമ്മൾ സ്കേർട്ടിന് യോജിപ്പിച്ചെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ ഒരു നല്ല ഭാഗത്ത് സ്കേർട്ടിൻ്റെ ചീത്ത ഭാഗം വെച്ചിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു ബാൻഡിൻ്റെ നല്ല ഭാഗത്ത് സ്കേർട്ടിൻ്റെ ചീത്ത ഭാഗം വെച്ച് റൗണ്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ആ ഒരു നല്ല പീസ് ഈ ഒരു ഭാഗത്തേക്ക് മറിച്ചെടുക്കുക. അപ്പോൾ നമുക്കതിൻ്റെ അകത്ത് ഇനി എക്സ്ട്രാ ക്ലോത്ത് വരുന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റിച്ചിങ് തുമ്പിന് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു പീസ് ഇതുപോലെ നിവർത്തിയിടുക. ശേഷം ഇതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫുൾ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ള ആ ഒരു പീസിൻ്റെ ചെറുതായിട്ടുള്ളൊരു ഭാഗം മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി ഇങ്ങനെ അടിച്ചെടുത്താൽ മതി. സ്കേർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇതിൻ്റെ ടോപ്പ് പാർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള സ്കേർട്ട് ആൻഡ് ടോപ്പും ഫ്രോക്സും എല്ലാം കസ്റ്റമൈസ് ചെയ്യിപ്പിക്കാം. അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി.